നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഹ്യൂമൻ ബോഡി എ വണ്ടർ, സർക്കുലേഷൻ, എക്സ്ക്രീഷൻ ആൻഡ് നെർവസ് കോർഡിനേഷൻ എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. USS എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് ഡസ് ആൻ ആവറേജ് അഡൾട്ട് ഹ്യൂമൻ ബോഡി ഹാവ്? അതായത് പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ ശരാശരി എത്ര ലിറ്റർ രക്തമുണ്ട്? എത്ര ലിറ്ററാ? 4 to 5 ലിറ്റർ, 4 മുതൽ 5 ലിറ്റർ വരെയാണ് അഡൾട്ട് ഹ്യൂമൻ ബോഡിയിൽ ശരാശരി ഉള്ള ബ്ലഡ് എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സബ്സ്റ്റൻസ് ഇൻ ദ ബ്ലഡ് ക്യാരീസ് ഓക്സിജൻ? രക്തത്തിൽ ഓക്സിജനെ വഹിച്ചു കൊണ്ടുപോകുന്ന പദാർത്ഥം, സബ്സ്റ്റൻസ് ഏതാണ്? ഹീമോഗ്ലോബിൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വാട്ട് ആർ ദ മെയിൻ കമ്പണൻസ് ഓഫ് ഹീമോഗ്ലോബിൻ? ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? അയൺ ആൻഡ് പ്രോട്ടീൻ. ഇരുമ്പും പ്രോട്ടീനുമാണ് ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് യൂറിൻ ഡസ് എ പേഴ്സൺസ് ബോഡി പ്രൊഡ്യൂസ് ഓൺ ആവറേജ്? അതായത് ഒരാളുടെ ശരീരത്തിൽ ശരാശരി എത്ര ലിറ്റർ മൂത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? എത്രയാ? 1.5 ലിറ്റർ. എത്രയാണ്? 1.5 ലിറ്റർ ആണ് ശരാശരി അഡൾട്ടായിട്ടുള്ള, വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത ഒരു ആളിൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന യൂറിൻ. അടുത്തത്, വാട്ട് ഈസ് ദ മെയിൻ കമ്പണൻറ്റ് ഓഫ് യൂറിൻ? മൂത്രത്തിൻ്റെ പ്രധാന ഘടകം ഏതാണ്? യൂറിയ. ഏതാണ്? യൂറിയ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദി യൂറിനറി സിസ്റ്റം കളക്ട്സ് യൂറിൻ? യൂറിനറി സിസ്റ്റത്തിലെ ഏത് പാർട്ടാണ് യൂറിൻ കളക്ട് ചെയ്യുന്നത്? വിസർജന വ്യവസ്ഥയിൽ ഏതു ഭാഗത്താണ് മൂത്രം ശേഖരിക്കുന്നത്? ഏതാണ്? മൂത്രാശയം അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡർ അല്ലെങ്കിൽ മൂത്രാശയം. അടുത്ത ക്വസ്റ്റ്യൻ, വെർ ഇസ് ദ കിഡ്നി ലൊക്കേറ്റഡ് ഇൻ ദ ബോഡി? വൃക്ക നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി സ്പൈൻ. നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട്. ഓൺ ബോത്ത് സൈഡ് ഓഫ് ദി സ്പൈൻ. നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ബ്ലഡ് വെസൽ ക്യാരീസ് ബ്ലഡ് ബാക്ക് ഫ്രം കിഡ്നി? വൃക്കയിൽ നിന്നും രക്തം തിരികെ കൊണ്ടുപോകുന്ന രക്തക്കുഴൽ ഏതാണ്? അതായത് വൃക്കയിലേക്ക് ബ്ലഡ് വരുന്നുണ്ട്, വൃക്കയിൽ നിന്ന് പുറത്തേക്കും ബ്ലഡ് പോകുന്നുണ്ട്. അപ്പോൾ വൃക്കയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന രക്തക്കുഴൽ, ബ്ലഡ് വെസൽ ഏതാണ്? റീനൽ വെയിൻ. റീനൽ വെയിൻ അല്ലെങ്കിൽ വൃക്കാസിര. നമ്മൾ ഈ കിഡ്നി ആയിട്ട് ബന്ധപ്പെട്ടുള്ള വേർഡ്സൊക്കെ പറയുമ്പോൾ റീനൽ എന്ന് പറയുന്ന ആ വേർഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് റീനൽ വെയിൻ, അതായത് വൃക്കാസിര. ഇനി നമ്മുടെ വൃക്കയിലേക്ക് അല്ലെങ്കിൽ കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന രക്തക്കുഴൽ അതേതാണ്? റീനൽ ആർട്ടറി അല്ലെങ്കിൽ വൃക്കാധമനി. റീനൽ ആർട്ടറി അല്ലെങ്കിൽ വൃക്കാധമനിയാണ് കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത്, വൃക്കയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത്. എന്നാൽ വൃക്കയിൽ നിന്ന് ബ്ലഡ് തിരികെ കൊണ്ടുപോകുന്നത് റീനൽ വെയിൻ അല്ലെങ്കിൽ വൃക്കാസിര. അടുത്ത, വാട്ട് ഇസ് ദ ഷേപ്പ് ഓഫ് ദി കിഡ്നി? കിഡ്നിയുടെ ഷേപ്പ്, വൃക്കയുടെ ആകൃതി എന്താണ്? ബീൻ ഷേപ്ഡ്. ബീനിൻ്റെ ഷേപ്പാണ്, അതായത് പയർ വിത്തിൻ്റെ ആകൃതിയാണ് കിഡ്നിക്കുള്ളത്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ബീൻ ഷേപ്ഡ് എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? നമ്മുടെ ലിവർ അല്ലെങ്കിൽ കരൾ. ലിവർ അല്ലെങ്കിൽ കരളാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്രന്ഥി. ഹൗ ഓഫൺ ഷുഡ് സാനിറ്ററി നാപ്കിൻസ് ഓർ ക്ലോത്ത് ബി ചേഞ്ച് ഡ്യൂറിങ് ദ മെൻസ്ട്രേഷൻ? മെൻസ്ട്രേഷൻ സമയത്ത് അല്ലെങ്കിൽ ആർത്തവ സമയത്ത് സാനിറ്ററി നാപ്കിനോ തുണിയോ എത്ര നേരം കൂടുമ്പോഴാണ് നമ്മൾ മാറ്റേണ്ടത്? എത്ര നേരം കൂടുമ്പോഴാണ്? എവരി 4 to 5 hours. എല്ലാ 4 മുതൽ 5 മണിക്കൂർ കൂടുമ്പോഴും നമ്മൾ സാനിറ്ററി നാപ്കിൻ ആണെങ്കിലും തുണിയാണെങ്കിലും മാറ്റേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ എത്ര നേരം കൂടുമ്പോഴാണ്? എവരി 4 to 5 hours. അടുത്തത്, വാട്ട് ഈസ് ഹൈ ബ്ലഡ് പ്രഷർ നോൺ ആസ്? അമിതമായ രക്തസമ്മർദ്ദം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ എന്ന പേരിലാണ് ഹൈ ബ്ലഡ് പ്രഷർ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിവൈസ് ഫോർ മെഷറിംഗ് ബ്ലഡ് പ്രഷർ? നമ്മുടെ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാനുള്ള ഡിവൈസ് ഏതാണെന്ന്? രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? സ്വിഗ്മോ മാനോമീറ്റർ. സ്വിഗ്മോ മാനോമീറ്റർ ആണ് നമ്മുടെ ബ്ലഡ് പ്രഷർ അളക്കുന്നതിനുള്ള ഉപകരണം എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ദ ഫംഗ്ഷനിങ് ഓഫ് ദി ഹാർട്ട്? നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? ഡോക്ടേഴ്സിൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഇട്ടേക്കുന്ന കാണാറില്ലേ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ? അതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കാനുള്ള ഉപകരണം. എന്താ അതിൻ്റെ പേര്? സ്റ്റെതസ്കോപ്പ് അല്ലേ? സ്റ്റെതസ്കോപ്പ്. എന്നാൽ ബ്ലഡ് പ്രഷർ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്വിഗ്മോ മാനോമീറ്റർ. നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്.
അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ഇഫ് യു കൺസ്യൂം ടു മച്ച് സോഡിയം? അതായത് നമ്മൾ സോഡിയം അമിതമായിട്ട് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന്. എന്താ സംഭവിക്കണമെന്നറിയോ? ബ്ലഡ് പ്രഷർ വിൽ ഇൻക്രീസ്, രക്തസമ്മർദ്ദം കൂടും. രക്തസമ്മർദ്ദം BP കൂടും നമ്മൾ ഒരുപാട് സോഡിയം യൂസ് ചെയ്താൽ കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഉപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയം ക്ലോറൈഡ് ആണ്. അപ്പോൾ നമ്മൾ ഉപ്പ് അമിതമായി കഴിച്ചാൽ നമുക്ക് BP കൂടുമെന്ന് പറയണ കേട്ടിട്ടില്ലേ? അപ്പോൾ അതിലെന്തുണ്ട്? സോഡിയം ഉണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് എന്തെത്തുന്നു? സോഡിയം എത്തുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ബ്ലഡ് പ്രഷർ കൂടുന്നു. അപ്പോൾ അമിതമായിട്ട് സോഡിയം നമ്മൾ കൺസ്യൂം ചെയ്താൽ അല്ലെങ്കിൽ ഉപയോഗിച്ചാൽ അവിടെ എന്ത് സംഭവിക്കും? രക്തസമ്മർദ്ദം കൂടും. ബ്ലഡ് പ്രഷർ വിൽ ഇൻക്രീസ്. അടുത്ത നല്ല എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് അറിഞ്ഞൂടാത്ത ആരും ഉണ്ടാവില്ല. വിച്ച് എലമെൻറ്റ് ഗീവ്സ് റെഡ് കളർ ടു ബ്ലഡ്? ബ്ലഡിന് റെഡ് കളർ അല്ലെങ്കിൽ ബ്ലഡിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു അല്ലെങ്കിൽ ഘടകം ഏതാണ്? ഹീമോഗ്ലോബിൻ. ഏതാണ്? ഹീമോഗ്ലോബിനാണ് നമ്മുടെ ബ്ലഡിന് ചുവപ്പ് കളറ് കൊടുക്കുന്നത് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗൻ കൺവേർട്സ് അമോണിയ പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ ബോഡി ഇൻ ടു യൂറിയ? നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അമോണിയ യൂറിയയ്ക്ക് കൺവേർട്ട് ചെയ്യുന്ന അവയവം ഏതാണ്? ലിവർ അല്ലെങ്കിൽ കരൾ. നമ്മുടെ ശരീരത്തിലെ ലിവർ അല്ലെങ്കിൽ കരളാണ് അമോണിയയെ യൂറിയ ആക്കി മാറ്റുന്നത്. അമോണിയ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അത് നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ അത് നമുക്ക് ബോഡിക്ക് ദോഷകരമാണ്. അപ്പോൾ അത് അധികം ടോക്സിക് അല്ലാത്ത അല്ലെങ്കിൽ അധികം വിഷമല്ലാത്ത യൂറിയ ആക്കി കൺവേർട്ട് ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലെ അവയവമാണ് ഏത്? കരൾ അല്ലെങ്കിൽ ലിവർ. വിച്ച് ഓർഗൻ ഇൻ ദ ഹ്യൂമൻ ബോഡി ഈസ് നോൺ ആസ് ദ ഫിൽറ്റേഴ്സ്? ഫിൽറ്റേഴ്സ് എന്ന് അല്ലെങ്കിൽ അരിപ്പകൾ എന്നറിയപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? കിഡ്നീസ് അല്ലെങ്കിൽ വൃക്കകൾ. കിഡ്നി അല്ലെങ്കിൽ വൃക്കകളാണ് ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ അരിപ്പകൾ എന്നറിയപ്പെടുന്ന നമ്മുടെ മനുഷ്യ ശരീരത്തിലെ അവയവം. ദ ഫസ്റ്റ് സക്സസ്ഫുൾ ഹേർട്ട് ട്രാൻസ്പ്ലാന്റ് വാസ് ഡൺ ബൈ? ആദ്യത്തെ വിജയകരമായ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ് ഇൻ 1967. 1967 ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡാണ് ആദ്യത്തെ ഹേർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹേർട്ട് റേറ്റ് ആൻഡ് പൾസ് റേറ്റ്? ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും തമ്മിലുള്ള ബന്ധം എന്താണ്? ഹേർട്ട് റേറ്റ് ആൻഡ് പൾസ് റേറ്റ് ആർ ഈക്വൽ. ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും എന്തായിരിക്കും? എപ്പോഴും ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. ഹേർട്ട് റേറ്റ് ആൻഡ് പൾസ് റേറ്റ് ആർ ഈക്വൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഇൻവെന്റഡ് സ്റ്റെതസ്കോപ്പ്? സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? റെനെ ലെനക്. റെനെ ലെനക് എന്ന സയൻറ്റിസ്റ്റാണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. അടുത്ത, ദ ഹാർട്ട് ഓഫ് എ ഹെൽത്തി അഡൾട്ട് ബീറ്റ്സ് ഡാഷ് ടൈംസ് പെർ മിനിറ്റ്? ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യമാണ് ബീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പന്ദിക്കുന്നത്? ആൻസർ 72 പ്രാവശ്യം. 72 ടൈംസ് ആണ് ഒരു മിനിറ്റിൽ ഒരാളുടെ ഹൃദയം സ്പന്ദിക്കുന്നത്. ഡാഷ് ഈസ് ദ വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ആർട്ടറി ആസ് എ റിസൾട്ട് ഓഫ് ഹേർട്ട് ബീറ്റ്? ഹേർട്ട് ബീറ്റിൻ്റെ ഫലമായിട്ട് നമ്മുടെ ആർട്ടറി എന്ന് വെച്ചാൽ ധമനികളിൽ ഒരു വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു തരംഗം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, തരംഗചലനം അല്ലേ? ഹൃദയസ്പന്ദനത്തിൻ്റെ ഫലമായി ധമനികളിൽ ഒരു തരംഗചലനം ഉണ്ടാകുന്നു. ഇതിനെ പറയുന്ന പേരെന്ത്? ഏതാണ്? പൾസ്. എന്താണ്? പൾസ്.